നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹാർഡ്കോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തുടക്കം മുതലേ ഞാൻ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു സംഭവമാണ്. നമ്മുടെ ചാർക്കോൾ, കോളിൻ്റെ ആ ഒരു ഫാം കേട്ടോ, ആ ഒരു ഫാമാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ കോള് വെച്ചിട്ട് നമുക്ക് കുറേ യൂസ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ മെയിനായിട്ട് വെച്ചാൽ നമ്മളെ ഈ ഒരു പൊട്ടാറ്റോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെ നമ്മൾ ഫർണസിൽ ഇപ്പോൾ കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വുഡ് വെക്കണം. നമ്മളൊരു പൊട്ടാറ്റോയും കാര്യങ്ങളും നമ്മൾ കുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വുഡ് വെക്കണം അടിയിൽ. അതിന് പകരം നമുക്ക് കോൾ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു യൂസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ഉണ്ടാവേണ്ടതാണ് നമ്മൾ ചാർക്കോൾ വെച്ച്, എനിക്ക് അറിഞ്ഞുകൂടാ. ലെറ്റ്സ് ഗോ. അപ്പം അതിന് മുന്നേ ഗൈസ്, നമ്മുടെ ഫുഡൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഫുഡ് കുക്ക് ചെയ്യാത്ത കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വുഡിൻ്റെ ആവശ്യം കൊണ്ടാണ്. നമ്മളെ ബാമ്പൂത്തെ ആ ഒരു വുഡും കാര്യങ്ങളും വെച്ചിട്ട് വേണം ഇപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വളരെ റിസ്ക് ആണ് കേട്ടോ സംഭവം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു കോൾ ഫാം സെറ്റ് ചെയ്യാനുള്ള കാരണം. ചിക്കൻ ഫാമിൽ പോയിട്ട് കുറച്ച് ഫുഡ് എടുക്കണം. നമ്മുടെ ചിക്കൻ ലെഗ് എടുക്കണം. ഓഹോ ഗൈസ്, കുക്ക്ഡ് ചിക്കൻ. ഓക്കെ, കുക്ക്ഡ് ചിക്കൻ ഞാൻ എന്തായാലും 31 എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത്രത്തോളാണ് നമുക്ക് സ്റ്റാക്ക് കണക്കിന് ഉണ്ട് കേട്ടോ. ഇത് നല്ല രീതിക്ക് വർക്കാവുന്നുണ്ട്. പിന്നെ ഞാൻ വൂൾ ഫാം, നമ്മൾ ഇവിടേക്ക് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടോ സത്യം പറഞ്ഞാൽ. നമ്മൾ ഈ ഫാമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കുറേ ദിവസമായി. ഓഹോ ഗൈസ്, റൗണ്ട് ബൂൾ നോക്ക്, ഇത്രത്തോളം ബൂൾ. അതും നിങ്ങൾ നോക്കണം, നമ്മൾ ഒരു ഷീപ്പിനാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അത്രയും വർക്കാവുന്നുണ്ട് നമ്മൾ ഈ ഒരു ഫാം എന്ന് പറയുമ്പോൾ. നല്ല രീതിക്ക് വർക്കാവുന്നുണ്ട്. നമ്മൾ AFK നിന്നാൽ മാത്രം മതി, നല്ല രീതിക്ക് വർക്കാവും. പിന്നെ നമ്മുടെ ഫിഷ് ഫാം പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഉണ്ട് ഒരു ഫാം നമുക്ക് ബിൽഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. പിന്നെ നമുക്ക് അതിന് ഐറ്റംസ് വേണമല്ലോ. ഐറ്റംസ് ഒക്കെ നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര ഐറ്റംസ് കുറച്ചൊക്കെ മതിയാവും തോന്നുന്നു. ഓൾമോസ്റ്റ് ഞാൻ സെറ്റാക്കാനുള്ള ഐറ്റംസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം സെറ്റാക്കിയതാണ് നമ്മളൊരു നമ്മുടെ ക്യാച്ചസ് ഫാമും കാര്യങ്ങളൊക്കെ താണ്ട് ഇവിടെ സെറ്റായി പോകുന്നുണ്ട്. ഇതും എനിക്ക് തോന്നുന്നു വർക്കാവുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഞാൻ പോയി നോക്കിയിട്ടില്ല കേട്ടോ. നമുക്ക് വർക്കാവുന്നുണ്ടോ നോക്കാം. ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു 2 എണ്ണം നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 എണ്ണം വെച്ച് ഞാൻ എന്തായാലും ഇവിടെ വെച്ച് സെറ്റായി കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം ഞാൻ അവിടെ നട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയും കൂടി നടാനുണ്ട്. ബട്ട് സാധനം സെറ്റായെന്ന് നോക്കാം. വാച്ച്, ഓ മൈ ഗോഡ്, 30 എണ്ണം. എൻ്റെ പൊന്നു, നമ്മൾ കുറച്ചു നേരം ഞാൻ AFK നിന്നിട്ടുണ്ടായിരുന്നു, അതായിരിക്കാം. സംഭവം സെറ്റായിട്ടുണ്ട്. നമുക്ക് കുറച്ച് സ്ഥലത്തുകൂടി നട്ട് കൊടുക്കാണ്ട്, അവിടെയും കൂടി ഒന്ന് നട്ട് കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, കണ്ടില്ലേ, സംഭവം സെറ്റാണ്. അപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് എല്ലായിടത്തും ഞാൻ നട്ട് കൊടുത്തെന്നാണ് തോന്നുന്നത്. ഓക്കെ, സെറ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി എന്തായാലും ക്യാച്ചസ് എന്തായാലും അതിൽ തന്നെ കൊണ്ടുവച്ചേക്കാം. 28 ക്യാച്ചസ്. എൻ്റെ മോനെ, കോൾ ഫാം നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യാൻ പോകുന്നത് കണ്ടേ ഇവിടെ ആയിട്ടാണ്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മളെ ഫർണസും കാര്യങ്ങളും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ആയിട്ടാണ് നമ്മളൊരു ഫാം സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യേണ്ടത് ഇവിടുത്തെ ഒരു ഡേറ്റും കാര്യങ്ങളും ഒന്ന് ഞാൻ പറയുമ്പോൾ ക്ലിയർ ചെയ്യണ്ട, അല്ലെ ക്ലിയർ ചെയ്യണോ? ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഈ ഒരു ഡേറ്റ് എടുത്തിട്ട് ഇവിടെ ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതി. ഈ ഒരു സ്ഥലം ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഡേറ്റ് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഒന്ന് നിരപ്പാക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു ലെവൽ കണ്ടില്ലേ, ഈ ഒരു ലെവലിൽ നിരപ്പാക്കി കൊടുക്കാം. നമ്മൾ ഈ ഒരു കോൾ ഫാം ഇവിടെ തന്നെ സെറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഫർണസ് ഇവിടെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ടാണ്. നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുപോലെ സെറ്റ് ചെയ്യണം. ഇങ്ങനെ 2 എണ്ണം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു 2 ഡ്രോപ്പർ നമ്മൾ വെച്ചല്ലോ, ഈ ഒരു ഡ്രോപ്പറിൻ്റെ പുറകിലായിട്ട് നമ്മളെ ഒരു ഹോപ്പർ കണക്ട് ചെയ്യണം. ഈ ഒരു ഹോപ്പർ ഇതുപോലെ ഇവിടെ ഒന്നും അതുപോലെ തന്നെ ഇവിടെ ഒന്നും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഹോപ്പറിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. 2 ഫർണസ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഹോപ്പർ സെറ്റ് ചെയ്യണം. ഇവിടെയും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓക്കെ, അങ്ങനെ നമ്മളതും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾക്ക് ഒന്നുകൂടി സെറ്റ് ചെയ്ത് ലാർജ് ജസ്റ്റ് ആക്കി കൊടുക്കണം കേട്ടോ. ഒന്നുകൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെസ്റ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹോപ്പർ ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യണം. 2 ഹോപ്പർ ഇവിടെയും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. മുകളിലോട്ട് പോകണം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഹോപ്പറിൻ്റെ മുകളിൽ കൂടി നമ്മൾ ചെസ്റ്റ് സെറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ചെസ്റ്റ് എനിക്ക് തോന്നുന്നു 2 എണ്ണം കൂടി വേണം തോന്നുന്നു കേട്ടോ. ഹോപ്പറല്ല, ചെസ്റ്റ് 2 എണ്ണം കൂടി ഇതാക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ 2 ചെസ്റ്റ് കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ഒന്ന്. അത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്ലാസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ 2 ബ്ലോക്ക് വിട്ടിട്ട് ഇവിടെ ആയിട്ട് 2 ഗ്ലാസ് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം, ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം. 1 2 3 4
ഓക്കെ, ഇത്ര മതിയാവുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെയുള്ള എല്ലാ ഗ്ലാസും അതേ സെയിം ഹൈറ്റിലാക്കി കൊടുക്കുക കേട്ടോ. 4 ബ്ലോക്ക് ഹൈറ്റിലാക്കി കൊടുക്കുക. ഇനി ഇവിടെ ഒരു ബ്ലോക്ക് സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലാസ് ബ്ലോക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, സംഭവം വാട്ടർ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വെള്ളത്തിന് അടിയിലോട്ട് പോയിട്ട് നമ്മുടെ കെൽപ്പ് സെറ്റ് ചെയ്യണം. ജസ്റ്റ് അടിയിലോട്ട് പോവാം. കെൽപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് അവിടെയും കൂടി സെറ്റ് ചെയ്യണം. ഓക്കെ, സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് പൊട്ടിച്ച് കളയണം. ഒരു വാട്ടർ ലെവൽ സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് പൊട്ടിച്ചളഞ്ഞാൽ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ സോൾ സാൻഡ് സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വാട്ടറിൻ്റെ അടിയിലോട്ട് പോയിട്ട് നമ്മുടെ സോൾ സാൻഡ് സെറ്റ് ചെയ്യണം. 2 സോൾ സാൻഡ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെയും കൂടി സോൾ സാൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലാബ് സെറ്റ് ചെയ്യാന്നുള്ള പരിപാടിയാണ്. സോ നമ്മുടെ കോബിൾ സ്റ്റോൺ സ്ലാബാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ, നമ്മളെന്തായാലും സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കൊംബ്രേറ്ററാണ് സെറ്റ് ചെയ്യുന്നത്. കൊംബ്രേറ്റർ താണ്ട ഇതുപോലെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റിപ്പീറ്ററാണ് സെറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ റിപ്പീറ്റർ എടുത്തിട്ട് ഇവിടെ സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇവിടെ പൊട്ടിക്കാം കേട്ടോ. ഇവിടെ ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ചേക്കാം. ഇവിടെ ആയിട്ട് കണക്ട് ചെയ്യണം. സോ ഇതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മറ്റേ സൈഡിലൂടെ സെറ്റ് ചെയ്യണം. സോ ഇവിടെ ആയിട്ട് കൂടി സെറ്റ് ചെയ്യണം. ഇവിടെ ഇങ്ങനെ അങ്ങ് സെറ്റ് ചെയ്യാം. സോ റിപ്പീറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ബ്ലോക്ക് ബ്രേക്ക് ചെയ്യാം. സോ എന്നിട്ട് നമ്മൾ റെഡ് സ്റ്റോൺ എടുത്തിട്ട് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ നമ്മൾ റെഡ് സ്റ്റോൺ എടുത്തിട്ട് ഇവിടെ ഓക്കെ, സംഭവം കണക്ട് ആയിട്ടുണ്ട്. എന്തായാലും നമ്മളെ ഫാമിൻ്റെ ഫുൾ സംഭവം നമ്മളിവിടെ സെറ്റ് ആക്കിയിരിക്കുകയാണ്. സോ നമ്മുടെ ഫുൾ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലോഗിൻ്റെ പ്രശ്നമാണോ ഇനി? എന്തായാലും കുറച്ച് മരം ഇവിടുന്ന് വെട്ടാട്ടോ. കുറച്ച് ലോഗ് ഇവിടുന്ന് കളക്ട് ചെയ്യട്ടെ. സോ ഒരു 10-15 എണ്ണായിട്ട് എടുത്തേക്കാം. മിക്കവാറും നമ്മൾ ലോഗ് ഫാം സെറ്റ് ചെയ്യേണ്ടി വരുന്ന പോലാണ് ഗൈസ്. ബാമ്പുവിൻ്റെ സംഭവം ഉണ്ടായിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. സോ അത് നമുക്ക് അത്ര വുഡ് കിട്ടുന്നില്ല. നല്ല പണിയാണ് അതിൽ വുഡ് കിട്ടാൻ. സോ എന്തായാലും നമ്മൾ കുറച്ച് ലോഗ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് വർക്കിംഗ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സോ എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. സോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സോ എന്തായാലും നമ്മൾ അടിയത്തെ ചെസ്റ്റിൽ അടിയത്തിലല്ല മുകളിലത്തെ ചെസ്റ്റിൽ നമ്മൾ ഇതിൽ വുഡ് വരുന്നുണ്ടല്ലോ. വുഡ് കയറി കിടക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ എടുത്തേക്കാം കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. സോ നമുക്ക് ഈ ഒരു ലോഗ് വെച്ച് നോക്കാം കേട്ടോ. ജസ്റ്റ് ഈ ഒരു ലോഗ് നമ്മൾ ഈ ഒരു ചെസ്റ്റിലേക്ക് ഇടാൻ പോവാണ്. ഓക്കെ, വർക്കിംഗ് ആണല്ലോ. വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സംഭവം വർക്കിംഗ് ആവുന്നുണ്ട് കേട്ടോ. ഏത് ചെസ്റ്റിലാണ് വരിക എന്നാണ്. ഓക്കെ, സംഭവം വർക്കിംഗ് ആവുന്നുണ്ട്. സംഭവം ഇപ്പോഴാണ് കാര്യം പോയിരിക്കുന്നത് കേട്ടോ. നമ്മൾ പ്ലാങ്ക് വെച്ചിട്ട് കാര്യമല്ല. നമ്മൾ വെക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ലോഗ് വെച്ചാലേ സംഭവം വർക്കിംഗ് ആവുള്ളൂ കേട്ടോ. കണ്ടില്ല, നമ്മളിപ്പോൾ സെറ്റാക്കിയ ചാർക്കോളാണ് ഈ കാണുന്നത്. സോ എന്തായാലും കയ്യിലൂടെ ഇതിലേക്ക് വെച്ചേക്കാം. സോ ഈ കാര്യങ്ങൾ ഇതിലേക്ക് വന്ന് ഫില്ലാവും. ഇത് തീരുമ്പോൾ ഇതിലോട്ട് വന്ന് ഫുള്ള് ഫില്ലാവും. പിന്നെ ഈ ഒരു ഹോപ്പറിൽ ഫില്ലാവും. പിന്നെ ഈ ഒരു ചെസ്റ്റിൽ ഫില്ലാവും. അങ്ങനെയാണ് സംഭവം. നമുക്ക് ഈ ഒരു ചെസ്റ്റിനാണ് സംഭവം കിട്ടുക. പക്ഷേ ഇത് ഫുള്ളാവണം. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യേണ്ടി വരും. നമ്മൾ കുറേ ലോഗ് ഇട്ട് കൊടുത്താലേ സംഭവം സെറ്റ് ആവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഫിനിക്കുകയാണ്. സോ നമ്മുടെ ഫാം ഇവിടെ സെറ്റായിരിക്കുകയാണ്. സോ നെക്സ്റ്റ് എപ്പിസോഡ് എന്തായാലും നമ്മുടെ ലോഗ് ഫാം കൂടി സെറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ മരത്തിൻ്റെ ഫാം കൂടെ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഒരുപാട് ലോഗിന് നമുക്ക് ആവശ്യമുണ്ട്. സോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ കഴിച്ചു. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ
സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.